ഹലോ മക്കളെ, വെൽക്കം ടു വിങ്സ് അക്കാഡമീസ് ഓൺലൈൻ ക്ലാസ്സസ്. ഇത് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് +1 ബോട്ടണിയിലെ 4ാമത്തെ പാഠമായിട്ടുള്ള അനാറ്റമി ഓഫ് ഫ്ലവറിംഗ് പ്ലാന്റ്സ് വന്ന ആ ഒരു പാഠത്തിലെ കുറച്ച് ക്വസ്റ്റ്യൻസും അതിന്റെ ആൻസേഴ്സ് ഒക്കെയാണ്. അപ്പോൾ നമ്മുടെ എക്സാം ഒക്കെ ആണല്ലേ. നമ്മുടെ മക്കൾ എല്ലാവരും എന്ത് ചെയ്യുക, ശ്രദ്ധിച്ചിരിക്കുക, ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ കാണാൻ പഠിക്കുക, നന്നായിട്ട് പഠിക്കുക കേട്ടോ ഈ ഒരു ചാപ്റ്ററിൽ നിന്ന്. അപ്പോൾ അധികം മാർക്കിന് എന്താണെന്ന് ചോദ്യം ചോദിക്കില്ല, എന്നാലും കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള ചോദ്യങ്ങൾ ഞാൻ ചോദിക്കും, നമ്മൾ പ്രതീക്ഷിക്കാത്ത രീതിയിൽ കേട്ടോ. അപ്പൊ ആ ഒരു ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇവിടെ ആൻസർ ചെയ്യാനായിട്ട് പോണത്. എല്ലാവരും ശ്രദ്ധിച്ചിരിക്കുക കേട്ടോ. ഓക്കെ, പെട്ടെന്ന് തന്നെ ക്വസ്റ്റ്യൻസിലോട്ട് പോവാം. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ച മക്കൾ എന്താണ് പറഞ്ഞേക്കുന്നത്? ചൂസ് ദ കറക്റ്റ് ആൻസർ. കറക്റ്റ് ആയിട്ടുള്ള ആൻസർ തെരഞ്ഞെടുക്കാൻ പറഞ്ഞേക്കണം അല്ലെ. എന്താണ് അവിടെ പറഞ്ഞേക്കണേ? ഓൾ ടിഷ്യൂസ് ഓൺ ദ ഇന്നർ സൈഡ് ഓഫ് ദ എൻഡോഡെർമിസ് ടുഗെദർ കോൺസ്റ്റിറ്റ്യൂട്ട്. നമ്മുടെ എൻഡോഡെർമിസിന്റെ ഉള്ളിൽ കാണുന്ന എല്ലാ സെല്ലുകളും കേട്ടാ, നമ്മുടെ ഡൈക്കോട്ട് റൂട്ടിന്റെ ഉള്ളിൽ എൻഡോഡെർമിസിന്റെ ഉള്ളിൽ കാണുന്ന എല്ലാ സെല്ലുകളെയും കൂടി നമ്മൾ കൂട്ടി പറഞ്ഞൊരു പേരുണ്ടല്ലേ. അപ്പൊ അതിന് നമ്മൾ പറഞ്ഞ പേര് മക്കളെ എന്ത്? കൺജക്റ്റീവ് ടിഷ്യൂ, സ്റ്റീൽ, പെരിസൈക്കിൾ, വാസ്കുലാർ ബണ്ടിൽ. എന്താ മക്കളെ നമ്മൾ അതിനെ പറയണത്? എൻഡോഡെർമിസിന്റെ ഉള്ളിൽ എല്ലാ സെല്ലുകളെയും കൂടി കൂട്ടി പറഞ്ഞ പേരാണ് മക്കളെ എന്ത്? സ്റ്റീൽ എന്നാണ് അല്ലെ പറയാ. എന്താ പറയണത് മക്കളെ? സ്റ്റീൽ എന്ന് പറയും. ഓക്കെ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ, ചൂസ് ദ കറക്റ്റ് ആൻസർ. അതേ മോഡലിൽ തന്നെ വേറൊരു ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത് അല്ലെ. കാസ്പേറിയൻ സ്ട്രിപ്സ്. നോക്കിയ മക്കളെ, ഈ ഒരു പേര് ശ്രദ്ധിച്ചേക്കണം കേട്ടോ. കാസ്പേറിയൻ സ്ട്രിപ്സ്. കാസ്പേറിയൻ സ്ട്രിപ്സ് ആർ പ്രസന്റ് ഇൻ ഡൈക്കോട്ട് റൂട്ട്, ഡൈക്കോട്ട് ലീഫ്, ഡൈക്കോട്ട് സ്റ്റെം, മോണോക്കോട്ട് സ്റ്റെം. ഏതിനകത്താണ് മക്കളെ കാണുന്നത്? ഒരേ ഒരാളിലെ കാണുന്നുള്ളൂ അല്ലെ. നമുക്ക് എല്ലാവർക്കും റൈറ്റ് ഈസ് ഡൈക്കോട്ട് റൂട്ട്. ഡൈക്കോട്ട് റൂട്ടിന്റെ ഉള്ളിലാണ് നമുക്ക് എന്ത് കാണാൻ പറ്റുന്നത്? കാസ്പേറിയൻ സ്ട്രിപ്സ് കാണാനായിട്ട് പറ്റുക അല്ലെ. ഓക്കെ, ദ ഗ്രൗണ്ട് ടിഷ്യൂ ഓഫ് ലീഫ് ഈസ് കോൾഡ്. നമ്മുടെ ലീഫിലെ ഗ്രൗണ്ട് ടിഷ്യൂസ് നമ്മൾ കാണുന്ന വലിയ വലിയ സെല്ലുകളില്ലേ മക്കളെ, ആ സെല്ലുകളെ നമ്മൾ പറഞ്ഞ പേര് മക്കളെ എന്ത്? ഗാർഡ് സെൽ, സബ്സിഡിയറി സെൽ, മീസോഫിൽ, എപ്പിഡെർമിസ്. എന്താ പറയേണ്ടത്? അതും എല്ലാവർക്കും അറിയാം, ഇറ്റ് ഈസ് മീസോഫിൽ. മാറിപ്പോയതാ, ചിലർ ഗാർഡ് സെൽ എന്നൊക്കെ എഴുതി വെക്കാറുണ്ട്. ഗാർഡ് സെൽ അല്ല, എപ്പിഡെർമിസ് അല്ല, ഇറ്റ് ഈസ് എന്താണ് മക്കളെ? മീസോഫിൽ ആണ് കേട്ടോ. ഓക്കെ അല്ലേ പറഞ്ഞത്? അടുത്തത്, വാസ്കുലാർ ബണ്ടിൽ വിച്ച് ഹാവ് കാമ്പിയം ബിറ്റ്വീൻ സൈലം ആൻഡ് ഫ്ലോയം. സൈലത്തിന്റെയും ഫ്ലോയത്തിന്റെയും ഇടയില് കാമ്പിയം ഉണ്ടെന്ന് വിചാരിക്കും. ഇതാണ് സൈലം, ഇതാണ് ഫ്ലോയം. ഇതിന്റെ ഇടയിൽ കാമ്പിയം ഉണ്ട് എന്നുണ്ടെങ്കിൽ ഓക്കെ, ഇതിന് നമ്മൾ പറഞ്ഞ പേരമക്കളെ എന്ത്? ഇതിനെ പറഞ്ഞ പേരമക്കളെ എന്ത്? ഓപ്പൺ വാസ്കുലാർ ബണ്ടിൽ. എന്താ പറഞ്ഞ മക്കളെ? ഓപ്പൺ വാസ്കുലാർ ബണ്ടിൽ എന്നാണ് പറയാം. ഓക്കെ, അടുത്തത്, observe the diagram showing various type of vascular bundle, identify and differentiate A and B. അതായത് ഇവിടെ പറഞ്ഞേക്കണ വേറൊന്നുമില്ല, നമുക്ക് 2 ഡയഗ്രാംസ് അവിടെ തന്നിട്ടുണ്ടല്ലേ. ഏതൊക്കെയാണ് ഡയഗ്രാംസ്? കണ്ടപ്പോൾ തന്നെ മനസ്സിലായില്ലേ ഏതൊക്കെയാണ്? ഒന്ന് പറഞ്ഞേ. ഐഡന്റിഫൈ ആൻഡ് ഡിഫറൻഷിയേറ്റ് എ ആൻഡ് ബി. ഐഡന്റിഫൈ ചെയ്യുന്ന വെച്ചാൽ തിരിച്ചറിയാൻ പറഞ്ഞേക്കണേ. ഡിഫറൻഷിയേറ്റ് എന്താണെന്ന് വെച്ചാൽ മക്കളെ, ഇത് രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് ഏതാണ് പറഞ്ഞേക്കുന്നത് അല്ലേ. അപ്പൊ പറഞ്ഞോ, എ എന്താണെന്ന് പറഞ്ഞ മക്കളെ? എ നമ്മൾ പറഞ്ഞ പേരിന്റെ മക്കളെ എന്ത്? റേഡിയൽ വാസ്കുലാർ ബണ്ടിൽ. എന്താ പറഞ്ഞതെന്ന് പറയടാ? റേഡിയൽ വാസ്കുലാർ ബണ്ടിൽ. അതായത് നോക്കിയേ, എല്ലാം നമ്മുടെ റേഡിയസിലും ഇങ്ങനെ മാറി മാറി ആണല്ലോ ഇരിക്കുന്നത്. അങ്ങനെ ഇരിക്കണേ എന്നെ പറഞ്ഞ പേരുടെ മക്കൾ എന്ത്? റേഡിയൽ വാസ്കുലാർ ബണ്ടിൽ. അതേസമയം ബി ആണെങ്കിലോ, ബി നമ്മൾ എന്താ പറയാ? നമ്മൾ പറഞ്ഞ പേരുടെ മക്കൾ എന്ത്? കൺജോയിന്റ് വാസ്കുലാർ ബണ്ടിൽ. എന്താ പറഞ്ഞത്? കൺജോയിന്റ് വാസ്കുലാർ ബണ്ടിൽ. കണ്ടോ, രണ്ടും ഇങ്ങനെ ജോയിൻ ചെയ്താണ് ഇരിക്കുന്നത് അല്ലെ, സൈലോ ഫ്ലോയോ. പക്ഷെ നിങ്ങൾ അവിടെ കൺജോയിന്റ് മാത്രം എഴുതാനായിട്ട് പാടില്ല. അതിന്റെ ഇടയിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഒരു റോസ് ഷേപ്പ് വാള് കണ്ടോടെ മക്കളെ? ഒരു റോസ് ഷേപ്പ് വാള് കണ്ടോ? ഈ ഒരു വാള് കണ്ടില്ലേ? ഇത് നമ്മൾ എന്താ പറഞ്ഞിരുന്നേ? ഇത് നമ്മൾ പറഞ്ഞ പേര് മക്കളെ എന്ത്? കാമ്പിയം. എന്താ പറഞ്ഞത്? കാമ്പിയം എന്നാണ് പറഞ്ഞിരുന്നത് അല്ലെ. കാമ്പിയം ഉണ്ടെങ്കിൽ നമ്മൾ അവരെന്താ പറയേണ്ടത്? ഇറ്റ് ഈസ് ഓപ്പൺ കൺജോയിന്റ്. എന്താ പറയേണ്ടത്? ഓപ്പൺ കൺജോയിന്റ്. ഓപ്പൺ കൺജോയിന്റ് എന്ന് പറയും. ഓക്കെ, ഓപ്പൺ കൺജോയിന്റ് എന്ന് പറയും. ഇനി പേരെഴുതി, ഇനി ഇവരെ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഡിഫറൻഷിയേറ്റ് ചെയ്യണം അല്ലെ. ഇവർ തമ്മിലെ ഡിഫറൻസുകൾ നമ്മൾ എഴുതി വെക്കണം അല്ലെ. റേഡിയൽ വാസ്കുലാർ ബണ്ടിൽ എങ്ങനെയാണെന്ന് പറഞ്ഞ മക്കളെ? ഞാൻ ഇപ്പൊ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ. സൈലോം ഫ്ലോയും ഓൺ ദ ഡിഫറെന്റ് റേഡിയസ്. സൈലോം ഫ്ലോയും എങ്ങനെ അറേഞ്ച് ചെയ്തേക്കണേ? സൈലം ആൻഡ് ഫ്ലോയം ഓൺ ഡിഫറെന്റ് റേഡിയസ്. ഡിഫറെന്റ് റേഡിയസിലാണെന്നുണ്ടെങ്കിൽ അതെന്താണ്? റേഡിയൽ വാസ്കുലാർ ബണ്ടിലാണ്. അതേസമയം ഓപ്പൺ കൺജോയിന്റ് ആണെങ്കിലോ, xylem and phloem are on. Xylem and phloem are joined. Joined എന്ന് മാത്രം എഴുതിയാൽ മതിയോ? അതിന്റെ ഇടയിൽ എന്തും കൂടി ഉണ്ട്? presence of cambium. Presence of cambium. ക്യാമ്പിയം ഉണ്ടെന്നും കൂടി എന്ത് ചെയ്യണം എന്റെ മക്കള്? എഴുതി വെക്കണം കേട്ടാ. അപ്പൊ ഇതാണ് നമ്മുടെ ഈ ഒരു ക്വസ്റ്റ്യനിൽ വരുന്നത്. ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട്, ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ടുണ്ട്.
ഓക്കെ അല്ലേ പറഞ്ഞത്? സിമ്പിൾ ക്വസ്റ്റൻ ആണ് അല്ലേ? 2 മാർക്കിന്റെ ക്വസ്റ്റൻ ആണ് അല്ലെ? 1 മാർക്കിനൊക്കെ ചോദിക്കാറുണ്ട്. ഓക്കെ, അടുത്തത് സം അനാറ്റമിക്കൽ ഫീച്ചേഴ്സ്. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു 2 മാർക്ക് ക്വസ്റ്റൻ ആണ് തന്നിരിക്കുന്നത് കേട്ടോ. ഇതെല്ലാവരും പഠിക്കണം. ഈ ഒരു മോഡലിലാണ് ഈ ഒരു ചാപ്റ്ററിന് ഏറ്റവും കൂടുതൽ ക്വസ്റ്റൻ ചോദിക്കാറുള്ളത് കേട്ടോ. ഓക്കെ, സം അനാറ്റമിക്കൽ ഫീച്ചേഴ്സ് ഓഫ് സ്റ്റെം ആൻഡ് റൂട്ട്. സ്റ്റെമ്മിന്റെയും റൂട്ടിന്റെയും കുറച്ച് അനാറ്റമിക്കൽ ഫീച്ചേഴ്സ് ആണ് നമുക്ക് തന്നിട്ടുള്ളത് അല്ലെ? സ്റ്റെമ്മിന്റെയും റൂട്ടിന്റെയും കുറച്ച് അനാറ്റമിക്കൽ ഫീച്ചേഴ്സ് നമുക്ക് തന്നിട്ടുണ്ട്. അറേഞ്ച് ദം ഇൻ അപ്രോപ്രിയേറ്റ് കോളം. അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള കോളങ്ങളിൽ അറേഞ്ച് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, റേഡിയൽ വാസ്കുലാർ ബണ്ടിൽ, എൻഡാർക്ക് സൈലം, കൺജോയിന്റ്, എക്സാർക്ക് സൈലം. ഈ 4 പോയിന്റ് നമുക്ക് തന്നിട്ടുള്ളത് അല്ലെ? നിങ്ങൾ ഓർത്തു വെക്കാം മക്കളെ. റേഡിയൽ വാസ്കുലാർ ബണ്ടിൽ 6 ഇല്ലേ? 6 ഉണ്ടല്ലോ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അത് ആർക്കായിരിക്കും? റൂട്ടിനായിരിക്കും. റേഡിയൽ റൂട്ട് രണ്ടിലും എന്തുണ്ട്? 6 ഉണ്ട്. അപ്പൊ അതിനകത്ത് എഴുതേണ്ട ഫസ്റ്റ് പോയിന്റ് എന്താണ്? റേഡിയൽ വാസ്കുലാർ ബണ്ടിൽ. മാറിപ്പോവരുത് കേട്ടാ. റേഡിയൽ വാസ്കുലാർ ബണ്ടിൽ ഈസ് ഫോർ റൂട്ട്. റൂട്ടിനകത്താണല്ലേ 6 ഉള്ളത്. അപ്പൊ അത് 6ന് മാത്രമുള്ള. ഓക്കെ അല്ലേ? 6. ഓക്കെ, ഇനി അപ്പൊ മറ്റേ നിങ്ങൾക്ക് കിട്ടിണ്ടാവുമല്ലോ കൺജോയിന്റ് വാസ്കുലാർ ബണ്ടില്. കൺജോയിന്റ് വാസ്കുലാർ ബണ്ടിൽ അപ്പൊ ആർക്കായിരിക്കുള്ളൂ? അതെപ്പോഴും ആർക്കുണ്ടാവുന്നതാണ് മക്കളെ? നമ്മുടെ സ്റ്റെമ്മിനാണ് കേട്ടാ. കൺജോയിന്റ് വാസ്കുലാർ ബണ്ടിൽ ആർക്കാണെന്ന് പറഞ്ഞിടാ മക്കളെ? സ്റ്റെമ്മിന് മാത്രമുള്ളതാണ് കേട്ടോ. ഓക്കെ അല്ലേ? അതിനകത്ത് തന്നെ കൺജോയിന്റ് ഓപ്പൺ ഉണ്ട്, കൺജോയിന്റ് ക്ലോസ്ഡ് ഉണ്ട്. കൺജോയിന്റ് ഓപ്പൺ ആർക്കുണ്ടാവുക? ഡൈക്കോട്ടിനായിരിക്കും. കൺജോയിന്റ് ക്ലോസ്ഡ് ആണെങ്കിലോ മോണോകോട്ടിനായിരിക്കും കേട്ടോ. അതും കൂടി എന്റെ മക്കൾ എന്ത് ചെയ്യുക? ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം. ഓക്കെ അല്ലേ? അടുത്തത് എൻഡാർക്ക് സൈലോം, എക്സാർക്ക് സൈലോം. ഓക്കെ, എൻഡാർക്ക് സൈലം ഉണ്ട്, എക്സാർക്ക് സൈലം ഉണ്ട്. ഓക്കെ, എൻഡാർക്ക് സൈലം, എക്സാർക്ക് സൈലം എപ്പോഴും ആർക്കുണ്ടാവും മക്കളെ അറിയോ? എക്സാർക്ക് എപ്പോഴും ഉണ്ടാവണം ആർക്കാന്ന് അറിയോ മക്കളെ? റൂട്ടിനാണ് കേട്ടാ. എക്സാർക്ക് ഇസ് ഓൾവേസ് ഫോർ എക്സാർക്ക് സൈലം എന്താണ്? റൂട്ടിനാണ്. അപ്പൊ എൻഡാർക്ക് എന്തായിരിക്കുള്ളൂ? അത് സ്റ്റെമ്മിനാണ് കേട്ടാ. മനസ്സിലായില്ലേ പറഞ്ഞത്? അതും കൂടി ജസ്റ്റ് നോട്ട് ചെയ്ത് വെക്കാം കേട്ടാ. എക്സാർക്ക് എപ്പോഴും റൂട്ടിനും, എൻഡാർക്ക് എപ്പോഴും ആർക്കായിരിക്കുള്ളൂ? സ്റ്റെമ്മിനും ആയിരിക്കും. ഓക്കെ അല്ലേ പറഞ്ഞത്? അടുത്ത ക്വസ്റ്റ്യൻ, റൈറ്റ് ദ ഫങ്ഷൻസ് ഓഫ് സ്റ്റൊമാറ്റ. സ്റ്റൊമാറ്റയുടെ ഫംഗ്ഷൻ ഏതാനാ പറഞ്ഞിരിക്കുന്നത് അല്ലെ? എത്ര എണ്ണം പറഞ്ഞത്? അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക? 2 എണ്ണെങ്കിലും മിനിമം എഴുതി വെക്കാട്ടാ. എന്തൊക്കെയാണ് മക്കളെ സ്റ്റൊമാറ്റയുടെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞേ? സ്റ്റൊമാറ്റോ ഫംഗ്ഷൻ കുറച്ചെണ്ണം പറഞ്ഞേ മക്കളെ. നമുക്ക് എന്തൊക്കെ പറയാൻ പറ്റും? 1 എക്സ്ചേഞ്ച് ഓഫ് ഗ്യാസസ്. എക്സ്ചേഞ്ച് ഓഫ് ഗ്യാസസ് എക്സ്ചേഞ്ച് ചെയ്യാനായിട്ട് സഹായിക്കാറുണ്ട്. അതേപോലെ തന്നെ എന്തിനൊക്കെ സഹായിക്കാറുണ്ടെന്ന് പറഞ്ഞ മക്കളെ? ട്രാൻസ്പിറേഷൻ എന്ന് പറഞ്ഞൊരു പ്രോസസ് ഇല്ലേ? വെള്ളത്തിനെ പുറത്തോട്ട് കളയാ. അങ്ങനെ വെള്ളത്തിനെ പുറത്തോട്ട് കളയാനും ആര് സഹായിക്കാറുണ്ട്? സ്റ്റൊമാറ്റ സഹായിക്കാറുണ്ട് കേട്ടാ. ട്രാൻസ്പിറേഷൻ. 2 എണ്ണായില്ലേ? ഓക്കെ, ഇനി അടുത്ത ബി ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ ഷേപ്പ് ഓഫ് ഗാർഡ് സെൽ ഓഫ് ഡൈക്കോട്ട് പ്ലാന്റ് ആൻഡ് മോണോകോട്ട് പ്ലാന്റ്? ഡൈക്കോട്ട് പ്ലാന്റിലും മോണോകോട്ട്, മെയിൻ ആയിട്ട് ഗ്രാസ് ആണൊക്കെ നോക്കാത്ത ഇവർ രണ്ടിലുള്ള സ്റ്റൊമാറ്റയുടെ ഷേപ്പിന് എന്താണ് വ്യത്യാസം? എന്താണ് വ്യത്യാസം? എല്ലാവർക്കും അറിയാലോ. നമ്മുടെ ഡൈക്കോട്ട് ആണെങ്കിൽ ഡൈക്കോട്ടിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ എന്താ മക്കളെ? ഡൈക്കോട്ടിന്റെ ഉള്ളിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാം ഇറ്റ് ഈസ് എന്താണ്? ബീൻ ഷേപ്പ്ഡ് ആണ് അല്ലേ? ബീൻ ഷേപ്പ്ഡ് ആണ് ഷേപ്പ്. ഇത് ഇങ്ങനെ ഇരിക്കും. ഓക്കെ, എങ്ങനെയായിരിക്കും ഷേപ്പ് ഉണ്ടാവുക അല്ലേ? അതേസമയം മോണോകോട്ട് ആണെങ്കിലോ, എസ്പെഷ്യലി ഫോർ ഗ്രാഫ് അല്ല ഗ്രാസ്, മോണോകോട്ട് എന്ന് നോക്കിക്കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കുന്ന അറിയോ? ഇറ്റ് ഈസ് ഡംബൽ ഷേപ്പ്. ഓക്കെ, ഡംബൽ ഷേപ്പ് ആണ് കേട്ടാ. ഡംബൽ എന്ന് വെച്ചാൽ ഇത്ര ഉള്ളതാണ് മക്കളെ. നമ്മൾ മറ്റേ ആ ഒരു എക്സസൈസ് ചെയ്യാൻ എടുക്കുന്ന സാധനമില്ലേ? ഇതേപോലെ ഇരിക്കും. മനസ്സിലായില്ലേ പറഞ്ഞത്? ഓക്കെ, അപ്പൊ ഇതും 2 മാർക്കിന്റെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റൻ ആണ്. നോക്കി പോവാട്ടാ. അടുത്ത ക്വസ്റ്റ്യൻ, സ്റ്റൊമാറ്റ ആർ ദ ഓപ്പണിംഗ് പ്രസന്റ് ഓൺ ദ എപ്പിഡെർമിസ് ഓഫ് ലീഫ്. ലീഫിന്റെ എപ്പിഡെർമിസിൽ കാണുന്ന ചെറിയ ചെറിയ ഓപ്പണിങ്സ് നമ്മൾ പറഞ്ഞ പേര് മക്കളെ എന്ത്? സ്റ്റൊമാറ്റ. ദ സ്റ്റൊമാറ്റ ആർ ബൗണ്ടഡ് ബൈ ഗാർഡ് സെൽ. സ്റ്റൊമാറ്റനെ ചുറ്റിപ്പറ്റി ആര് കാണുന്നുണ്ട്? ഗാർഡ് സെൽ കാണുന്നുണ്ട് അല്ലേ? മെൻഷൻ ദ റോൾ ഓഫ് ഗാർഡ് സെൽ ഇൻ സ്റ്റൊമാറ്റൽ മെക്കാനിസം. അതായത് സ്റ്റൊമാറ്റൽ മെക്കാനിസത്തില് ഗാർഡ് സെല്ലിന്റെ റോൾ എന്താന്ന് എഴുതാനാ പറഞ്ഞേക്കണേ. ഓക്കെ, ഒറ്റ റോളേ ഉള്ളൂ കേട്ടാ. എന്താണ് ആ റോൾ എന്ന് പറഞ്ഞ മക്കളെ? ഇറ്റ് കൺട്രോൾ the opening and closing of stomatal pore.
ഓക്കെ, നമ്മുടെ സ്റ്റൊമാറ്റൽ പോറിന്റെ ഓപ്പണിങ്ങും ക്ലോസിങ്ങും കൺട്രോൾ ചെയ്യുന്ന ആളാണ് മക്കളെ നമ്മുടെ ഗാർഡ് സെൽ എന്ന് പറഞ്ഞ കേട്ടാ. ഇറ്റ് ഈസ് ഓൾവേസ് ഓപ്പൺ. എപ്പോഴാണ് ഇത് ഓപ്പൺ ആയിരിക്കണം അറിയോ? ഡേ ടൈമിൽ, അതായത് രാവിലെ സമയങ്ങളിൽ ഇത് എപ്പോഴും എന്തായിരിക്കും? ഓപ്പൺ ആയിരിക്കും. അതേസമയം രാത്രി സമയങ്ങളിലാണെങ്കിലോ ഇത് എപ്പോഴും ക്ലോസ്ഡ് ആയിരിക്കും കേട്ടാ. ഓൾവേസ് ഓപ്പൺ ഇൻ ഡേ ടൈം ആൻഡ് ക്ലോസ്ഡ് ഇൻ നൈറ്റ് ടൈം. നൈറ്റ് ടൈമിൽ എപ്പോഴും എന്തായിരിക്കും മക്കളെ? ക്ലോസ്ഡ് ആയിരിക്കും കേട്ടാ. അതും കൂടി ഒന്ന് നോക്കി വെക്കാം. ഓക്കെ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ. The tissue between the upper and lower epidermis in dorsiventral leaf is called mesophyll tissue. Mesophyll tissue ആണ് തന്നിരിക്കുന്നത് അല്ലേ? Mesophyll tissue എന്താ പറയാ? ഞാൻ ഓൾറെഡി നേരത്തെ പറഞ്ഞു നമ്മുടെ എന്താ പറയാ ഗ്രൗണ്ട് ടിഷ്യൂസ് എല്ലാം തന്നെ എന്താണ്? mesophyll tissue ആണെന്ന് പറഞ്ഞല്ലേ? Name the two types of cells seen in mesophyll tissue. mesophyll tissue കാണുന്ന രണ്ട് ടൈപ്പ് സെല്ലുകൾ ഏതൊക്കെ? അതും ഇവിടെ പ്രത്യേകം എടുത്തന്നുണ്ടല്ലോ, ലീഫാണ്. ലീഫിന്റെ കാര്യമാണ് തന്നിരിക്കുന്നത് അല്ലേ? ലീഫ്, ഡൈക്കോട്ട് ലീഫിന്റെ ഉള്ളിൽ നോക്കിയാൽ ഡോർസി വെൻട്രൽ നക്ഷത്രേ ഉള്ളൂ, ഡൈക്കോട്ട് എന്നാണ് അർത്ഥം ട്ടാ. അതേസമയം ഐസോ ബൈലാറ്ററൽ എന്ന് പറഞ്ഞാൽ എന്താ? മോണോകോട്ടാണ്. ഓക്കെ, ഡോർസി വെൻട്രൽ എന്ന് വെച്ചാൽ ഡൈക്കോട്ടും ഐസോ ബൈലാറ്ററൽ എന്ന് വെച്ചാൽ മോണോകോട്ടുമാണ്. അതിനകത്തുള്ള രണ്ട് ടൈപ്പ് മീസോഫിൽ സെല്ലുകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചേക്കണം അല്ലേ? എല്ലാവർക്കും അറിയാലോ അത് ഏതൊക്കെയാന്നുള്ളത്. ഒന്നാമത്തെ ആളുടെ പേരാണ് എന്ത്? പാലിസൈഡ് പാരൻകൈമയും അതേപോലെ തന്നെ ഒരെണ്ണം കൂടി ഇല്ലേ? ഒരെണ്ണം കൂടി ഉണ്ടല്ലോ, സ്പോഞ്ചി പാരൻകൈമയും. പാലിസൈഡും സ്പോഞ്ചിയും കിട്ടിയില്ലേ? ഓക്കെ, വാട്ട് ഈസ് ദ ഫങ്ഷൻ ഓഫ് മീസോഫിൽ ടിഷ്യൂ? ഈ രണ്ട് പേരുടെയും അല്ലെങ്കിൽ മീസോഫിൽ ടിഷ്യൂന്റെ ഫങ്ഷൻ എന്താണ്? ഒറ്റ ഫങ്ഷനേ ഉള്ളൂ. എന്താണ് മക്കളെ അത്? ഫോട്ടോസിന്തസിസ്. എന്താണ് മക്കളെ ഫങ്ഷൻ എന്ന് പറഞ്ഞടാ? ഫോട്ടോസിന്തസിസ് ആണ് കേട്ടാ. ഇതെന്താണ് ഈ ക്വസ്റ്റിന്റെ ആൻസർ. കിട്ടിയില്ലേ? അടുത്തത്, വാട്ട് ആർ ബുള്ളിഫോം സെൽ? ഇറ്റ് ഈസ് എ വെരി ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ. എന്തായാലും പഠിച്ചു വെക്കാം കേട്ടാ. എന്തായാലും എക്സാമിന് ചോദിക്കുന്നതാണ്. ബുള്ളിഫോം സെൽസ് എന്താണ്? അവരുടെ ഫംഗ്ഷൻ എന്താണ്? ബുള്ളിഫോം സെൽസ് അവിടെ കൊടുത്തിട്ടുണ്ട്, ടീച്ചർ ഓൾറെഡി കൊടുത്തിട്ടുണ്ട്. എന്താണ് ബുള്ളിഫോം സെൽസ് മക്കളെ? ഇറ്റ് ഈസ് ദ ലാർജ് എം ടി കളർലെസ് സെൽസ് ആണ് കേട്ടാ. നമ്മുടെ എപ്പിഡെർമിസിൽ കാണുന്ന വലിയ എം ടി കളർലെസ് ആയിട്ടുള്ള സെല്ലുകളെ പറഞ്ഞ പേര് മക്കളെ എന്ത്? ബുള്ളിഫോം സെൽസ്. അത് മെയിൻ ആയിട്ട് ആരിൽ മാത്രമാണ് കാണുന്നത്? അത് മെയിൻ ആയിട്ട് ഗ്രാസിൽ മാത്രമാണ് കാണുന്നത് കേട്ടാ. ഓക്കെ, വെൻ ദ ബുള്ളിഫോം സെൽ, അവരുടെ ഫംഗ്ഷൻ ചോദിച്ചിട്ടുണ്ടല്ലേ? എന്താ പറഞ്ഞേക്കുന്നേ? ഇവരെന്താ ചെയ്യാൻ വെച്ചിട്ടുണ്ടല്ലേ? ഈ ഒരു വെള്ളമില്ലാത്ത സമയത്ത് ഇവരെന്ത് ചെയ്യും മക്കളെ? ഭയങ്കരമായിട്ട് കേളാവും, ചുരുങ്ങും. ഓക്കെ, എന്തിനു വേണ്ടിയിട്ടാണ് ഈ ചുരുങ്ങണെന്ന് അറിയോ? ഈ ബുള്ളിഫോം സെൽസ് വേറെ ഒന്നിനും വേണ്ടിയിട്ടല്ല, ഉള്ള വെള്ളത്തിനെ അവിടെ സ്റ്റോർ ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ടാ. ഓക്കെ, വെള്ളം ആവശ്യത്തിനേ ഉള്ളൂ, അത് എന്ത് ചെയ്യാൻ പാടില്ല? പുറത്തോട്ട് കളയാനായിട്ട് പാടില്ല. അങ്ങനെ പുറത്തോട്ട് കളയാണ്ടിരിക്കാൻ വേണ്ടി അവർ എന്ത് ചെയ്യുന്ന പറഞ്ഞേക്കുന്നത്? ദേ ആർ ബിക്കം ഫ്ലാസിഡ് ആയിട്ട് മാറുന്ന പറഞ്ഞേക്കണേ. ഓക്കെ, അത് ചുരുങ്ങി ഒരു ഉഷാറില്ലാത്ത രീതിയിൽ അങ്ങനെ നിൽക്കും. അതേസമയം വെള്ളമുള്ള സമയത്താണെങ്കിലോ അതെല്ലാ വെള്ളത്തിനെയും അബ്സോർബ് ചെയ്തിട്ട് ഭയങ്കര ടർജിഡ് ആവും, ഭയങ്കര പ്രഷർ കൂടിയിരിക്കും. അപ്പൊ എന്താ? അവരിങ്ങനെ വിരിഞ്ഞ് നല്ല ഉഷാറായിട്ട് നിൽക്കും. മനസ്സിലായില്ലേ? മഴക്കാലത്തൊക്കെ ആണെങ്കിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും എല്ലാ ഇലകളും ഇങ്ങനെ ഉഷാറായിട്ട് വിരിഞ്ഞ് നിൽക്കുന്നത്. അത് വേറെ ഒന്നും കൊണ്ടല്ല, പ്രത്യേകിച്ച് പുല്ലുകള്, വേറെ ഒന്നും കൊണ്ടല്ല. എന്താണ്? ഈ ബുള്ളിഫോം സെൽസ് വെള്ളത്തിന് അബ്സോർബ് ചെയ്യുന്നതുകൊണ്ടാണ്. അതേസമയം ചൂടുകാലത്താണെങ്കിലും ഇതിങ്ങനെ കരിഞ്ഞു വാടി നിൽക്കുന്ന പോലെ നിൽക്കണ്ടാവും. കരിഞ്ഞിട്ടൊന്നും ഉണ്ടാവില്ല, പക്ഷെ വാടി നിൽക്കും. കാരണം എന്താ? ഉള്ള വെള്ളത്തിനെ കളയാതിരിക്കാൻ വേണ്ടി ഫ്ലാസിഡ് അയക്കണതാണ് കേട്ടാ. ഓക്കെ അല്ലേ? ഓക്കെ, അതേപോലെ തന്നെ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റൻ ആണ്. ഇതും എന്ത് ചെയ്യണം? പഠിച്ചു വെക്കണം കേട്ടോ. ഇമ്പോർട്ടന്റ് ആണേ. നോക്ക്, ഇവിടെ സ്റ്റെം ഉണ്ട്, റൂട്ട് ഉണ്ട്, ലീഫ് ഉണ്ട്, 3 ആൾക്കാരുണ്ട്. ഓക്കെ, പറഞ്ഞ മക്കളെ, എക്സാർക്ക് സൈലം നേരത്തെ ഓൾറെഡി ഡിസ്കസ് ചെയ്താണ്. എക്സാർക്ക് സൈലം ഒരാൾക്ക് മാത്രമേ ഉള്ളൂ. അതാരാണ് മക്കളെ? ഇറ്റ് ഈസ് റൂട്ട്. ഓക്കെ, ഇറ്റ് ഈസ് റൂട്ടിനാണ് എക്സാർക്ക് സൈലം. പ്രസൻസ് ഓഫ് ഹൈപ്പോഡെർമിസ് എന്ന് പറഞ്ഞ സാധനം ഒരാൾക്ക് മാത്രമേ ഉള്ളൂ. ആർക്കാന്നറിയോ? അത് സ്റ്റെമ്മിനാണ് കേട്ടാ. സ്റ്റെമ്മിന്റെ എപ്പിഡെർമിസ് കഴിഞ്ഞിട്ട് വരുന്ന രണ്ടാമത്തെ ലെയർ, ഇത് എപ്പിഡെർമിസ് ആണെന്ന് വിചാരിക്കുക, ഏറ്റവും ഔട്ടർമോസ്റ്റ് ലെയർ. അത് കഴിഞ്ഞിട്ട് വരുന്ന രണ്ടാമത്തെ ലെയറിലെ മക്കളെ, ഈ രണ്ടാമത്തെ ലെയർ നമ്മൾ പറഞ്ഞ പേരാണ് എന്ത്? ഹൈപ്പോഡെർമിസ് എന്നാണ് പറയാം. എന്താ പറയണ്ടേ മക്കളെ? ഹൈപ്പോഡെർമിസ്. അപ്പൊ ഇത് ആർക്ക് മാത്രമേ ഉള്ളൂ? നമ്മുടെ സ്റ്റെമ്മിന് മാത്രമുള്ള ഒരു ക്യാരക്ടർ ആണ് ഹൈപ്പോഡെർമിസ്. അടുത്തത്, പാലിസൈഡ് പാരൻകൈമ. അത് നമ്മളിപ്പോ തന്നെ പറഞ്ഞില്ലേ, പാലിസൈഡ് ആർക്കാ ഉള്ളത്? ഇറ്റ് ഈസ് ഫോർ ലീഫിനാണുള്ളത് അല്ലേ? ഓക്കെ, കൺജോയിന്റ് ഓപ്പൺ വാസ്കുലർ ബണ്ടിൽ. കൺജോയിന്റ് ആണ്. കൺജോയിന്റ് ആർക്ക് മാത്രമേ ഉള്ളൂടാ? ഇറ്റ് ഈസ് ഫോർ സ്റ്റെം. ഓക്കെ,
എൻഡോഡെർമിസ് വിത്ത് കാസ്പേറിയൻ സ്ട്രിപ്പ്. കാസ്പേറിയൻ സ്ട്രിപ്പ് ആർക്ക് മാത്രമേ ഉണ്ടാവുള്ളൂ? അത് നമ്മുടെ റൂട്ടിന് മാത്രമുള്ള ഒരു സാധനമാണ് കേട്ടോ, കാസ്പേറിയൻ സ്ട്രിപ്പ്. ലാസ്റ്റ് വൺ ആണെങ്കിലോ ലാർജ് എം ടി ബുള്ളിഫോം സെൽ. ബുള്ളിഫോം സെൽസ് ആർക്ക് മാത്രമേ ഉള്ളൂ? ഇറ്റ് ഈസ് ഫോർ ലീഫ് ആണ് കേട്ടോ. മനസ്സിലായില്ലേ? ഇതേപോലെയാണ് ക്വസ്റ്റ്യൻ ചോദിക്കുക. വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യനാ, പക്ഷെ പലർക്കും ഇത് കിട്ടാണ്ട് പോകും. ഓക്കെ, ഈ സാധനം നിങ്ങൾ എന്തായാലും പഠിച്ചു വെക്കണം, മറന്നു പോകരുത് കേട്ടാ. ഒന്നുകൂടി പറയാ, എക്സാർക്ക് സൈലം എന്ന ചാർക്ക് മാത്ര റൂട്ടിനാണ്, ഹൈപ്പോഡെർമിസ് സ്റ്റെമ്മിനാണ്, പാലിസൈഡ് ലീഫിനാണ്, കൺജോയിന്റ് സ്റ്റെം, എൻഡോഡെർമിസ് വിത്ത് കാസ്പേറിയൻ സ്ട്രിപ്പ് റൂട്ട്, ലാർജ് എം ടി ബുള്ളിഫോം സെൽസ് ഈസ് ഫോർ ലീഫ്. ഓക്കെ അല്ലേ പറഞ്ഞത്? അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ മക്കളെ. ലാസ്റ്റ് ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞേക്കുന്നേ? Following are the diagrams showing primary structure of dicot root and monocot root. Dicot റൂട്ടും മോണോകോട്ട് റൂട്ടും ആണ് തന്നിരിക്കുന്നത്. ഓക്കെ, ഡൈക്കോട്ട് റൂട്ടും ഉണ്ട്, മോണോകോട്ട് റൂട്ടും ഉണ്ട്. അപ്പൊ തമ്മിൽ ഏതെങ്കിലും 3 ഡിഫറൻസ് എഴുതാനാ പറഞ്ഞേക്കണേ. ഓക്കെ, 3 ഡിഫറൻസ് എഴുതാനാ പറഞ്ഞേക്കുന്നേ. നോക്കിയ മക്കളെ, ഇതാണ് അവർ തമ്മിലുള്ള ഡിഫറൻസ്. ഓക്കെ, ഇത് ടീച്ചർ ഓൾറെഡി നിങ്ങൾക്ക് നോട്ടിൽ തന്നിട്ടുണ്ട്. ഇതെന്തായാലും പഠിച്ചു വെക്കാട്ടാ. 3 പറഞ്ഞിട്ടുള്ളൂ, അറ്റ്ലീസ്റ്റ് നിങ്ങൾ 4 പഠിച്ചിട്ട് പോവാട്ടാ. എന്താണ്? ഡൈക്കോട്ട് സ്റ്റെമ്മിനകത്ത് ഹൈപ്പോഡെർമിസ് വെച്ചാൽ എന്താ? കോളം കൈമ കൊണ്ട് ഉണ്ടാക്കിയിട്ടില്ലേ ഹൈപ്പോഡെർമിസ്, രണ്ടാമത്തെ ലെയർ. ഇപ്പുറത്താണെങ്കിലോ അത് സ്ക്ലീറൻ കൈമയാണ്. ഓക്കെ, അവിടുത്തെ കോർട്ടെക്സ് എന്താ പറഞ്ഞേക്കുന്നത്? ഡിഫറൻഷിയേറ്റഡ് ആണ്. ഇപ്പുറത്താണെങ്കിലോ അൺഡിഫറൻഷിയേറ്റഡ് ആണ്. അപ്പുറത്ത് എന്താ പറഞ്ഞേക്കുന്നത്? അവിടെ ബണ്ടിൽ ക്യാപ്പ് എന്ന് പറഞ്ഞ സ്ട്രക്ചർ ഉണ്ട്, പക്ഷെ ഇപ്പുറത്താണെങ്കിലോ ബണ്ടിൽ ഷീത്ത് ആണ് കാണുന്നത് കേട്ടാ. അപ്പുറത്ത് ബണ്ടിൽ ക്യാപ്പും ഇപ്പത് ബണ്ടിൽ ഷീത്തും. ഇതൊന്നും കൂടാതെ നിങ്ങൾ പഠിച്ചു വെക്കേണ്ട മെയിൻ ആയിട്ടുള്ള ഒരു സാധനം മക്കളെ എന്ത്? ഡൈക്കോട്ട് സ്റ്റെമ്മിൽ നോക്കിക്കഴിഞ്ഞാല് അസൈലം എങ്ങനെ അറേഞ്ച് ചെയ്തേക്കണം അറിയോ? സൈലം ആർ അറേഞ്ച്ഡ് ഇൻ റിംഗ് ആയിട്ടാണ് അറേഞ്ച് ചെയ്തേക്കണം കേട്ടാ. സൈലം എങ്ങനെ അറേഞ്ച് ചെയ്തേക്കണം നോക്കിയേ, റിംഗ് ആയിട്ടാണ് അറേഞ്ച് ചെയ്തേക്കണ്ടോ. ഇതൊക്കെ ഓരോ സൈലമാണ്, അതിങ്ങനെ റിംഗ് പോലെയാണ് അറേഞ്ച് ചെയ്തേക്കണം, അല്ലെ മോതിരം പോലെയാണ്. അപ്പുറത്താണെങ്കിലോ അങ്ങനെയാണോ? അല്ല, അപ്പുറത്ത് അവിടെ ഒക്കെ തെറിച്ച് കിടക്കുക. അങ്ങനെ തെറിച്ച് കിടക്കാൻ നമ്മൾ എന്താ പറയാന്നറിയോ? സ്കാറ്റേർഡ് വാസ്കുലർ ബണ്ടിൽ എന്താ പറയുന്നത് മക്കളെ? സ്കാറ്റേർഡ് ആയിട്ടുള്ള വാസ്കുലർ ബണ്ടിൽ. ഈ പോയിന്റ് എന്തായാലും പഠിച്ചു. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് ആണ് കേട്ടോ. ഓക്കെ, അതുപോലെ തന്നെ ഇപ്പുറത്ത് പറയുകയാണെങ്കിൽ ഓപ്പൺ വാസ്കുലർ ബണ്ടിലാണ്, അപ്പുറത്താണെങ്കിലോ ക്ലോസ്ഡ് വാസ്കുലർ ബണ്ടിലാണ്, അതും പഠിച്ചു വെക്കാം. ഓക്കെ, ഇനി ഇവരെന്ത് ചെയ്യുന്നില്ല? ഇവർ സെക്കൻഡറി ഗ്രോത്ത് ഉണ്ടാക്കുന്നുണ്ട്, പക്ഷെ അപ്പുറത്താണെങ്കിലോ സെക്കൻഡറി ഗ്രോത്ത് ഉണ്ടാവുന്നില്ല. ഓക്കെ അല്ലേ? ഇത്രയും പഠിച്ചു വെക്കാം കേട്ടാ. പിന്നെ നോക്കിയേ, ലിമിറ്റഡ് നമ്പർ ഓഫ് വാസ്കുലർ ബണ്ടിൽ, ന്യൂമറസ് വാസ്കുലർ ബണ്ടിൽ. ഇവിടെ ലിമിറ്റഡ് ആണ്, കാരണം റിംഗ് അല്ലേ. അപ്പുറത്താണെങ്കിൽ തിരിച്ചെടുക്കണം, കുറെ വാസ്കുലർ ബണ്ടിൽസ് ഉണ്ട്. ഓക്കെ, അപ്പൊ ഇത് നിങ്ങൾ എന്ത് ചെയ്യുക? ഈ പോയിന്റ്സ് നന്നായിട്ട് പഠിച്ചു. ടീച്ചർക്ക് അണ്ടർലൈൻ ചെയ്ത് അല്ല റൗണ്ട് ചെയ്ത് വെച്ചിട്ടില്ലേ, ഈ പോയിന്റ്സ് നന്നായിട്ട് പഠിക്കുക. ബാക്കിയുള്ളൊക്കെ ജസ്റ്റ് നോക്കി പോവാട്ടാ. ഓക്കെ, അപ്പൊ ഇതാണ് ഇവർ തമ്മിലുള്ള മെയിൻ ആയിട്ട് വരുന്ന ഡിഫറൻസുകൾ. ഓക്കെ, അപ്പൊ ഇത്രയും ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. നന്നായിട്ട് പഠിക്കുക, നന്നായിട്ട് എക്സാം എഴുതാട്ടാ. അപ്പൊ താങ്ക് യു.